ഹലോ കൂട്ടുകാരെ. അപ്പോ ജീവിതത്തിലെ ഒരു വലിയ ഘട്ടം 10ാം ക്ലാസ്. നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ പാസ്സായിരിക്കുന്നു. എന്റെ വക ഒരു വലിയ അഭിനന്ദനം. ഇപ്പോ എല്ലാവരുടെയും മനസ്സിൽ ഒരൊറ്റ ചോദ്യമായിരിക്കും, ഇനി എന്ത്, ഏത് വഴിക്ക് പോണു, ശരിയല്ലേ? അപ്പോ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനാണ്, നിങ്ങളെ സഹായിക്കാനാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ ഏത് കോഴ്സ് തിരഞ്ഞെടുത്താലും ശരി, +1ന് സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഭയങ്കര വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് മുന്നോട്ടു പോകാൻ ചില പുതിയ കഴിവുകൾ, അതായത് സ്കിൽസ്, നമുക്ക് എന്തായാലും വേണം. അപ്പോ ആ സ്കിൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? അപ്പം നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അല്ലെങ്കിൽ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന AI. കേൾക്കുമ്പോൾ പേടിയൊന്നും വേണ്ട, ഇതൊരു വില്ലനല്ല, മറിച്ച് നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരനായിട്ട് ഒരു പൈലറ്റിനെ പോലെ ഇതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് പഠിക്കാം. അപ്പോ എന്താണ് ഈ പറയുന്ന AI സാക്ഷരത? അത് വെറുതെ ഒരു ചാറ്റ്ബോട്ട് ഉപയോഗിക്കുന്നത് പോലെയല്ല. ChatGPT, ജെമിനി പോലെയുള്ള AI ടൂളുകളോട് എങ്ങനെ കൃത്യമായി സംസാരിക്കണം, അതായത് പ്രോംപ്റ്റ് കൊടുക്കണം എന്ന് പഠിക്കുന്നതാണ് കാര്യം. നമ്മൾ ചോദിക്കുന്നത് പോലെയിരിക്കും AI ഉത്തരം തരുന്നത്. അത് പഠിച്ചാൽ നമ്മുടെ ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തീർക്കാം. ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നെ പറയണ്ട, നമ്മുടെ പഠനവും ഭാവിയിലെ ജോലിയുമൊക്കെ ഒരു പുതിയ ലെവലിലേക്കെത്തും. അതുകൊണ്ട് AIയെ പേടിക്കുന്നതിനു പകരം നമുക്കതിനെ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താക്കി മാറ്റാം. ശരി, ഇനി അടുത്തത്, നമ്മളെല്ലാവരും ജീവിക്കുന്ന ഡിജിറ്റൽ ലോകം. നിങ്ങൾ ഇന്റർനെറ്റിൽ ശരിക്കും സേഫാണോ? സൈബർ സുരക്ഷയും ഓൺലൈനിൽ എങ്ങനെ പെരുമാറണമെന്ന അറിവും ഇന്ന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴും ഓൺലൈനായി സാധനങ്ങൾ വാങ്ങുമ്പോഴുമൊക്കെ ഒരുപാട് അപകടങ്ങൾ ചുറ്റുമുണ്ട്. ഫേക്ക് ന്യൂസ്, പണം തട്ടാനുള്ള ശ്രമങ്ങൾ, എന്തിന് ഫോണിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത അവസ്ഥ, അതായത് ഡിജിറ്റൽ അഡിക്ഷൻ വരെ ഇന്ന് വലിയൊരു പ്രശ്നമാണ്. ഈ അപകടങ്ങളെയൊക്കെ നേരിടാൻ നമുക്ക് സ്വന്തമായി ഒരു ഡിജിറ്റൽ ഷീൽഡ്, അതായത് ഒരു കവചമുണ്ടാക്കാം. എങ്ങനെ? കിട്ടുന്ന വാർത്തകളൊക്കെ ശരിയാണോന്ന് നോക്കാൻ പഠിക്കണം. അതാണ് ഫാക്ട് ചെക്കിംഗ്. നല്ല സ്ട്രോങ് പാസ്വേഡുകൾ ഉപയോഗിക്കണം. അങ്ങനെ ഓൺലൈനിൽ ഒരു നല്ല പൗരനായി പെരുമാറിയാൽ തന്നെ നമുക്ക് ഒരുവിധം സുരക്ഷിതരാവാം. അടുത്തതായിട്ട്, നമ്മുടെ സ്കൂൾ പ്രോജക്റ്റുകൾക്കും ഭാവിയിലെ ജോലികൾക്കുമൊക്കെ വേണ്ട ചില ബേസിക് കമ്പ്യൂട്ടർ ടൂളുകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഒരു ലാപ്ടോപ്പോ സ്മാർട്ട് ഫോണോ വെറുതെ ഉണ്ടായിട്ട് കാര്യമില്ല, അല്ലേ? ഒരു പ്രൊഫഷണൽ ഇമെയിൽ എങ്ങനെ അയക്കാം, ഒരു പ്രസന്റേഷൻ എങ്ങനെ ഉണ്ടാക്കാം, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഈ കഴിവുകൾ നിങ്ങളെ തീർച്ചയായും മറ്റുള്ളവരിൽ നിന്ന് ഒരു പടി മുന്നിൽ നിർത്തും. അപ്പോ MS ഓഫീസ് വലിയ കോംപ്ലക്സായ ജോലികൾക്ക് നല്ലതാണെങ്കിൽ, ഗൂഗിൾ വർക്ക് സ്പേസ് ഒരു ടീമായിട്ട് ഒരുമിച്ച് ജോലി ചെയ്യാനും എവിടെ നിന്നും നമ്മുടെ ഫയലുകൾ എടുക്കാനും സൂപ്പറാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒന്ന് ഓഫ്ലൈനിലെ രാജാവാണെങ്കിൽ മറ്റേത് ഓൺലൈൻ സഹകരണത്തിന്റെ ഉസ്താദാണ്. ഇവ രണ്ടും പഠിക്കുന്നത് കരിയറിന് വലിയൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കുറച്ചൊന്ന് ക്രിയേറ്റീവായാലോ? നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ എങ്ങനെ ഭംഗിയായിട്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കാമെന്ന് നോക്കാം. ഈ ഒരു പ്രശ്നം ഒരുപാട് പേർക്കുണ്ടാവും. മനസ്സിൽ അടിപൊളി ഐഡിയാസ് കാണും, പക്ഷെ അതെങ്ങനെ ഭംഗിയായി ഒരു പോസ്റ്ററിലോ വീഡിയോയിലോ കാണിക്കുമെന്ന് യാതൊരു പിടിയുമുണ്ടാവില്ല. അതിനുള്ള പരിഹാരമാണ് അടുത്തത്. ക്യാൻവ പോലെയുള്ള സിമ്പിൾ ടൂളുകൾ ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും നല്ല അടിപൊളി പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാം. അതുപോലെ ഇൻഷോട്ട് പോലെയുള്ള മൊബൈൽ ആപ്പുകൾ വെച്ച് നല്ല വീഡിയോകളും എഡിറ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രോജക്റ്റുകൾക്കും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കുമൊക്കെ ഇത് ഭയങ്കരമായി ഉപകാരപ്പെടും. ഒന്നോർക്ക്, ഇന്ന് ക്രിയേറ്റിവിറ്റിക്ക് വലിയ വിലയുണ്ട്. അത് വെറുമൊരു ഹോബി മാത്രമല്ല, ഏത് ജോലിക്ക് പോയാലും നിങ്ങളെ മുന്നിലെത്തിക്കാൻ സഹായിക്കുന്ന ഒരു വിലപ്പെട്ട കഴിവാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ലിസ്റ്റിലെ അവസാനത്തെ, പക്ഷെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. ജീവിതത്തിൽ വിജയിക്കാൻ അത്യാവശ്യം വേണ്ട സാമ്പത്തിക അച്ചടക്കം. പണം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പഠിക്കുന്നതിനൊപ്പം തന്നെ അതെങ്ങനെ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യണമെന്നും നമ്മൾ പഠിക്കണം. ഇതിനെയാണ് നമ്മൾ സാമ്പത്തിക സാക്ഷരത, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ന് മാറ്റിവെക്കുന്ന ഒരു ചെറിയ തുക കാലം കഴിയുമ്പോൾ 10 ഇരട്ടിയോ അതിൽ കൂടുതലോ ആയി വളരാനുള്ള സാധ്യതയുണ്ട്. അതാണ് സമ്പാദ്യത്തിന്റെ ഒരു മാജിക്. ബാങ്കിംഗ് കാര്യങ്ങളെക്കുറിച്ചും ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും സേവിങ്സിനെക്കുറിച്ചുമൊക്കെ ഒരു ബേസിക് ധാരണയുണ്ടാക്കിയെടുക്കുന്നത് നല്ലൊരു അടിത്തറ തരും. ഗൂഗിൾ പേ പോലുള്ള ഡിജിറ്റൽ വാലറ്റുകൾ എങ്ങനെ സേഫായി ഉപയോഗിക്കാമെന്നും മനസ്സിലാക്കണം. ഇത് നിങ്ങളുടെ ഭാവിയെ ശരിക്കും സുരക്ഷിതമാക്കും. അപ്പോ ഈ പറഞ്ഞ സ്കിൽസ് ഒന്നും ഒറ്റ ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റില്ല. ഓരോന്നായി തിരഞ്ഞെടുത്ത് പഠിച്ചു തുടങ്ങാം. കാരണം പഠനമെന്നത് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഈ ഡിജിറ്റൽ ലോകത്ത് മുന്നിൽ നിൽക്കണമെങ്കിൽ നമ്മളെപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് മറ്റാരുമല്ല, അത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ശരിയായ തീരുമാനങ്ങളെടുത്ത് ധൈര്യമായി മുന്നോട്ടു പോവുക. അപ്പോ ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഈ പറഞ്ഞ കഴിവുകളിൽ ഏതാണ് നിങ്ങൾ ആദ്യം പഠിക്കാൻ പോകുന്നത്? നിങ്ങളുടെ തീരുമാനം എന്തായാലും താഴെ കമന്റ് ചെയ്യുമല്ലോ. എല്ലാവർക്കും മികച്ച ഒരു ഭാവിക്കായി എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ.